എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഫ്രാങ്കി അവനാണെങ്കിൽ അവൻ്റെ തകർന്നു പോയ ബോഡി പാർട്സ് അത് പഴയതുപോലെ ആക്കാൻ നോക്കുകയാണ്. അവൻ്റെ പരിശ്രമവും കഷ്ടപ്പാടൊക്കെ കണ്ട് സോറോ അവനോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, നിന്റെ ബോഡി പാർട്സ് എന്തെങ്കിലും ഞാൻ ഫിറ്റ് ചെയ്ത് തരണോ ചോദിക്കും. അതിന് ഫ്രാങ്കി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ അവൻ്റെ ജോലി തന്നെ ചെയ്യാണ്. സോറോയ്ക്ക് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവന് ഡ്രിങ്ക്സ് കഴിക്കാതെ കൈ വരയ്ക്കാനായിട്ട് തുടങ്ങി. പക്ഷേ നമ്മുടെ ലൂഫി ഇതൊന്നും അറിയാതെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്. അല്പസമയം കഴിയുമ്പോൾ കൈറോസ് ഞെട്ടി എഴുന്നേൽക്കും. നിങ്ങൾ ആരും ഉറങ്ങിയില്ലേ? നിങ്ങൾക്ക് ഇവിടെ കിടന്നിട്ട് ഉറങ്ങാനായിട്ട് കഴിയുന്നില്ലേ? അതിന് സോറോ പറയും, അയ്യോ അങ്ങനെയൊന്നുമില്ല, എനിക്ക് അല്പം ഡ്രിങ്ക്സ് കഴിക്കണമെന്നുണ്ട്. മാത്രമല്ല ഈ ലൂഫി കൂർക്കം വലിച്ചുറങ്ങുന്നത് കാണുമ്പോൾ എനിക്കത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്കിവനെ കുത്തി എഴുന്നേൽപ്പിച്ചാലോ? അതിന് കൈറൂസ് പറയും, അയ്യോ വേണ്ട വേണ്ട, അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് അത്രയും വലിയ വില്ലനെ അവനെ തോൽപ്പിച്ചതല്ലേ, അവൻ അല്പസമയം കൂടെ റെസ്റ്റ് എടുത്തോട്ടെ. നിങ്ങളെ പാലസിലേക്ക് കൊണ്ടുപോവാതെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സമാധാനത്തിൽ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് കരുതിയാണ്. ജനങ്ങൾക്കെല്ലാം നിങ്ങൾ ദൈവത്തെ പോലെയാണ്. സോ അവർ നിങ്ങളെ ആരാധിച്ചും പേര് വിളിച്ചും കെയർ ചെയ്തും അവരുടെ സന്തോഷവും നന്ദിയൊക്കെ അറിയിച്ചു കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് ഒരു ശല്യമാവും. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം അത് തെരഞ്ഞെടുത്തത്. നിനക്ക് ആവശ്യം ഡ്രിങ്ക്സ് അല്ലേ? കിച്ചണിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള അത്രയും കുടിക്കാം. അത് കേൾക്കേണ്ട താമസം സോറോ അവൻ കിച്ചണിലേക്ക് ഓടും. സോറോ ആണെങ്കിൽ ആവശ്യത്തിലധികം വെള്ളമൊക്കെ അടിച്ച് കൈറോസിനോട് പറയും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നെയ്യുമായിട്ടും ഒന്ന് ഫൈറ്റ് ചെയ്യണം. കൈറോസിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നും. കാരണം സോറോ അവനൊരു നമ്പർ 1 സ്ക്വാഡ്സ്മാൻ ആണ്. അവനോട് മത്സരിക്കാൻ കിട്ടുന്നൊരു അവസരം അത് ചെറുതല്ല എന്ന് പറഞ്ഞ് അവനും ഇപ്പൊ പതിയെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് റബേക്കയെ കുറിച്ച് ആലോചിക്കുകയാണ്. അവസാനമായിട്ട് റബേക്ക കൈറോസിനോട് വാശി പിടിച്ച്, എനിക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കണം, ആ ഡബിൾ ഫ്രൂട്ട് അത് ഞാൻ ഫൈറ്റ് ചെയ്ത് സ്വന്തമാക്കി ഡോഫ്ലമിംഗോയെ അവനെ എൻ്റെ കൈകൊണ്ട് ഞാൻ തല്ലിക്കൊല്ലുമെന്ന് അവൾ ടോയ് സോൾജിയറിനോട് പറയും. അന്ന് അവൾക്കറിയില്ല ടോയ് സോൾജിയർ അവളുടെ പപ്പ സാക്ഷാൽ കൈറോസ് ആണെന്ന്. കൈറോസ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരു ലെറ്റർ എഴുതി ഇപ്പൊ പുറത്തേക്ക് നടന്നു പോവാണ്. കട്ട് ചെയ്ത നമ്മൾ ഇത്രയും ദിവസം മിസ് ചെയ്ത നമ്മുടെ ആൾക്കാർ, അതെ നാമിയ ടീം, അവരെ കാണിക്കും. അവരുടെ കപ്പല് അതങ്ങനെ കടലിലൂടെ അലയടിച്ച് പോവാണ്. അവരാണെങ്കിൽ ട്രഫാൽഗറിലോ പറഞ്ഞതനുസരിച്ച് ആ സോ ഐലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം സീസറിന് അവനെ സോ ഐലാൻഡിലേക്ക് എത്തിക്കാനാണ് ലോ അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ. അതിനിടയിലാണ് ആ ബിഗ് മോം അവിടേക്ക് വന്ന് സീസറിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതും അവർക്കിടയിൽ ഫൈറ്റ് ഉണ്ടായതും. അവളുടെ ലക്ഷ്യവും സാക്ഷാൽ സീസർ തന്നെയാണ്. സീസർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് ആക്ച്വലി ആ ബിഗ് മോമിനെ ഒട്ടും ഇഷ്ടമല്ല, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയെ? അത് കേട്ട് നമ്മുടെ സാഞ്ചി അവൻ ചാടി വന്ന് ഒരൊറ്റ അടി. മിണ്ടിപ്പോരുത്, മിണ്ടിയ നിന്റെ ഹാർട്ട് അത് ഞാൻ ഞെക്കി പിഴിഞ്ഞ് ജ്യൂസാക്കി നിന്റെ വായിലേക്ക് ഒഴിച്ചു തരും. ആക്ച്വലി ഇപ്പോ അവർ 2 ടീമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. സാഞ്ചിയും ചോപ്പറും സീസറും അവർ 3 പേരും ആ സോ ഐലാൻഡ് ഇവിടേക്ക് കടന്ന് ഇപ്പൊ അങ്ങനെ നടന്നു പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നാമിയെയും മൊമന്റോസ്കയും ബ്രൂക്കിനെയും കാണിക്കും. അവരും ഇപ്പൊ ആ ഒരു ഐലാൻഡിലേക്ക് ഇറങ്ങി സാഞ്ചിയാൻ ടീമിനെ അന്വേഷിച്ച് കാട്ടിലൂടെ ഓടുകയാണ്. ആക്ച്വലി ഇപ്പൊ ഇവർക്ക് അത്യാവശ്യമായിട്ട് സാഞ്ചിയാൻ ടീമിന്റെ അടുത്തേക്ക് പോയി അവരോട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അങ്ങനെ നാമിയാൻ ടീം ഇപ്പൊ ഉഷാറായിട്ട് ഓടുമ്പോഴായിരിക്കും നാമിയുടെ കാലൊന്ന് സ്ലിപ്പാവുക. അവൾ അങ്ങനെ ബ്രൂക്കിനെ പിടിച്ച് തള്ളി അവൻ തെറിച്ചടിച്ച് താഴെ വീഴും. അവന്റെ മുകളിലേക്ക് നാമിയും വന്ന് വീഴും. അവൾ അവനോട് താങ്ക്സ് പറഞ്ഞ് മുൻപോട്ടേക്ക് നോക്കുമ്പോഴായിരിക്കും ആ കാടിനുള്ളിൽ ഒരു ജയന്റ് ആനിമലിനെ നാമി കാണുക. ആ ആനിമലിന്റെ മുകളിൽ 2 പേരുണ്ട്. അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വന്ന്, നിങ്ങളൊക്കെ ആരാ, നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് എത്തിയെന്ന് ചോദിക്കും. അത് കേട്ട് നാമിക്കാണെങ്കിൽ ഉത്തരം പറയാൻ കഴിയാതെ അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അവരങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്ന സമയത്ത് അടുത്തുള്ള വലിയൊരു മലയിൽ നിന്ന് ഇപ്പൊ വെള്ളം അങ്ങനെ ചീറ്റി പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാർ അത് കണ്ട് പേടിക്കും. പക്ഷെ നമ്മുടെ ബ്രൂക്ക് അവൻ സ്ക്വാഡൊക്കെ എടുത്ത് ഞാനുള്ളിടത്തോളം കാലം ആർക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ടെററായിട്ട് നിൽക്കും. അപ്പോഴേക്കും വെള്ളം അത് വമ്പ ഫോഴ്സിൽ അട്ടിച്ച് തെറിപ്പിച്ച് ഇപ്പൊ നാമിയെയും മൊമന്റോസ്കയെയും അങ്ങനെ കൊണ്ടുപോവാണ്. ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് ഉയർത്തി ഇപ്പൊ വിളിച്ചു പറയും, നാമി എന്റെ കൺട്രോളും പോയി, പ്ലീസ് എങ്ങനെയെങ്കിലും എന്നെ കൂടെ രക്ഷിക്കേ. നാമി ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മൊമന്റോസ്കയെയും ബ്രൂക്കിനെയും അവർ 2 പേരെ സേഫ് ആക്കി ഒരു മരത്തിൽ കിടത്തുകയാണ്. കാരണം വെള്ളത്തിന് മുൻപിൽ നമ്മുടെ ചെക്കന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് 2 പേർക്കും ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അവൾ ഒരു വിധത്തിൽ ഒക്കെ വലിച്ചു വിട്ട് അങ്ങനെ റിലാക്സ് ചെയ്യുമ്പോഴായിരിക്കും അവളുടെ തൊട്ട് മുൻപിൽ നമ്മൾ നേരത്തെ കണ്ട ആ വില്ലന്മാര്. ആ കൊമ്പം വില്ലനാണെങ്കിൽ ഇപ്പോൾ നാമിയുടെ ദേഹത്തേക്ക് ചാടി വരികയാണ്. അവൾ ക്ലോസ് തന്നെ താമസം നമ്മുടെ നാമി അവൾ തിരിഞ്ഞു നോക്കും. അവൾ ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന സമയം അവ കത്തി ആഞ്ഞു വീശും. അപ്പോഴേക്കും മറ്റൊരു കത്തി വന്ന് അവന്റെ കത്തിയെ ബ്ലോക്ക് ചെയ്യാണ്. അത് മറ്റാരുമല്ല
സാക്ഷാൽ ബ്രൂക്ക് ആണെങ്കിൽ അവനെ അങ്ങനെ തട്ടിത്തെറിപ്പിച്ച് അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. ഉടനെ വേറെ ആരോ അങ്ങോട്ടേക്ക് ചാടി വരും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സാഞ്ചി. അവൻ ദേഷ്യപ്പെട്ട് പറയും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പെങ്കൊച്ച് ഭൂമിയുടെ മേലെ നീ കൈവെക്കും ചോദിച്ച് ബ്രൂക്കിനോട് അവനെ തടഞ്ഞു വെക്കാനായിട്ട് പറയും. അതിനുശേഷം ഓടി വന്ന് അവനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ വില്ലത്തി പെണ്ണാണെങ്കിൽ ബഹളം വെക്കും. ഉടനെ വില്ലത്തി പെണ്ണിനെ കാണുമ്പോൾ നമ്മുടെ ചെക്കന് അവളെയും കുറച്ച് ഇഷ്ടാവും. ഉടനെ വില്ലത്തിയുടെയും വില്ലന്റെയും ഒക്കെ നിലവിളി കേട്ട് അവന്റെ കൂടുതൽ ആൾക്കാർ അവിടേക്ക് കടന്നു വരികയാണ്. ആ വില്ലത്തിക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ആൾക്കാർ അല്പം ടെററാണെന്ന്. അവൾ അവിടേക്ക് വന്ന അവളുടെ ആൾക്കാരുമായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. സാഞ്ചി ആണെങ്കിൽ ആട്ടി കെട്ടിയവനെ നോക്കും. ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോഴായിരിക്കും അവന്റെ ബെൽറ്റ് ശ്രദ്ധിക്കുക. അത് ബീസ്റ്റ് പൈററ്റുകളുടെ സിമ്പലുള്ള ബെൽറ്റാണ്. സാക്ഷാൽ കൈഡോ അവന്റെ പൈററ്റ്സ് ആണ് ഇവരെല്ലാം. കട്ട് ചെയ്ത ആ കിക്ക് പൈററ്റ്സിനെ കാണിക്കും. ഉടനെ സ്കൈയിൽ നിന്ന് വമ്പം ഫോഴ്സിൽ വലിയ എന്തോ അവരുടെ ഇടയിലേക്ക് വന്ന് അങ്ങനെ അട്ടിച്ചു വീഴും. ഇതും കേട്ട് അവരാണെങ്കിൽ ആദ്യം പേടിച്ച് ദൂരേക്ക് മാറി നിൽക്കും. അതിനുശേഷം കത്തിയും ആയുധങ്ങളൊക്കെ എടുത്ത് അത് വന്ന വീണ ഭാഗത്തേക്ക് ഓടി വരികയാണ്. അത് വീണ ഭാഗം മുഴുവനും ഇപ്പൊ വലിയൊരു കുഴിയായി മാറിയിരിക്കുന്നു. അവരെല്ലാവരും ഒരുപാട് പേടിയും ടെൻഷനൊക്കെ ആയിട്ട് അതിന്റെ അകത്തേക്ക് നോക്കുകയാണ്. അവർക്കാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവില്ല. അതിന് ഹോക്കിംഗ് പറയും, ഒരുപക്ഷെ സ്കൈ ഐലാൻഡിലുള്ള ഏതെങ്കിലും ചീഫായിരിക്കും ഇവിടേക്ക് വന്ന് പതിച്ചിട്ടുണ്ടാവുക. അതിന് യൂസ്ട്രസ് കിഡ്സ് അവനാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തില് അവരുടെ കപ്പലുകളിലേക്ക് നോക്കും. അത് വന്നു വീണ ഇമ്പാക്റ്റില് കപ്പലുകളെല്ലാം തന്നെ ചെരിഞ്ഞു വീണിരിക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സ്കൈ ഐലാൻഡ് കാണിക്കും. അതിന്റെ താഴ്ഭാഗത്ത് ഒരുപാട് ബലൂൺസ് അങ്ങനെ നിറഞ്ഞു നിൽക്കും. അവിടെ യൂറോജിനും അവന്റെ ആൾക്കാരും അവരാണെങ്കിൽ ഇപ്പൊ കൈഡോ ടീമിനെ നോക്കി അങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. കൈഡോയില് ഇപ്പൊ 10,000 മീറ്റർ മുകളിൽ നിൽക്കുകയാണ്. താഴേക്ക് ചാടാനാണ് ഇപ്പൊ കൈഡോയുടെ ശ്രമം. അപ്പൊ ഒറോജ് കൈഡോയുടെ സ്റ്റോറി അത് പറയാനായിട്ട് തുടങ്ങും. ഇദ്ദേഹം 7 തവണ ഒരു പൈററ്റായിട്ട് തോറ്റു. നേവി ആണെങ്കിൽ 18 തവണ ഇവരെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ ആയിരിക്കുന്ന സമയത്ത് നേവി ഇവൻ ഒരുപാട് ടോർച്ചർ ചെയ്തു. അത്രയും കാര്യങ്ങൾ സഹിച്ചാണ് ഇവർ ഇവിടം വരെ എത്തിയത്. മാത്രമല്ല ഇവൻ ഒരുപാട് തവണ ഇതുപോലെ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അവൻ പറയുമ്പോഴേക്കും ആളാണെങ്കിൽ താഴേക്ക് ചാടും. അങ്ങനെ ആ പൈററ്റ്സ് കൂട്ടത്തിനിടയിലേക്ക് അങ്ങനെ വന്ന് വീണ് അവിടെ വലിയൊരു തുരങ്കമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ കപ്പലുകളൊക്കെ തകർത്തത്. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നേവിയായിട്ട് ഫൈറ്റ് ചെയ്യും. നേവി അവനെ ലോക്ക് ചെയ്യും. അവനെ ചെയിൻ തകർത്ത് രക്ഷപ്പെടും. നേവി അവന്റെ കഴുത്തറക്കാൻ ശ്രമിക്കും. പക്ഷെ ആ സ്ക്വാഡ് അവന്റെ ദേഹത്ത് കൊണ്ട് ആ സ്ക്വാഡ് തന്നെ പൊടിയാവും. അവനെ ഇടിച്ചു കൊല്ലാനായിട്ട് ഒരുപാട് കപ്പലുകൾ ശ്രമിച്ചു. പക്ഷെ ആ കപ്പലുകളെല്ലാം തവിട് പൊടിയായി. ഇവരാണെങ്കിൽ ആ കുഴിക്ക് ചുറ്റും നിന്ന് താഴേക്ക് നോക്കും. അടുത്ത നിമിഷം ഒരു വമ്പം ഫോഴ്സും കൈയും മുകളിലേക്ക് വരികയാണ്. അത് വരേണ്ട താമസം ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ദൂരത്തേക്ക് തെറിച്ചു പോകും. കൈഡോ ആണെങ്കിൽ ഫുൾ ടെൻഷനായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഓ ഷിറ്റ്, എന്റെ ഈ ഒരു ശ്രമവും പാഴായി. ഒരുപാട് തവണ ഞാൻ മരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അതെല്ലാം തന്നെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. ആ വൈറ്റ് ബിയർഡ് ആണെങ്കിൽ സിമ്പിളായിട്ട് മരിച്ചു. എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ മരിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ച് അവൻ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ചുറ്റുമുള്ളവരെല്ലാവരും അവനെ കാണുക. കണ്ടു പേടിച്ച് അവരെല്ലാവരും ഇപ്പൊ ദൂരേക്ക് മാറി നിൽക്കും. അവനാണെങ്കിൽ ഫുൾ കലിപ്പിൽ വിളിച്ചു പറയും, എനിക്ക് ബോറടിച്ചു. സോ വലിയൊരു വാറ് അതെനിക്ക് ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യണം. ആ ഫൈറ്റിൽ എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് അവൻ വലിയ ഒച്ചയിൽ അട്ടഹസിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.